സർ, നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു നിബന്ധന മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഏറെ നാളായി കേൾക്കുന്നതാണ് കേരളത്തിൽ ഒരു എയിംസ്, ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ്. അത് കേരളത്തിന് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. പക്ഷേ ഉചിതമായ സ്ഥലം സംസ്ഥാന സർക്കാർ ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല. ഇവിടെ ആലപ്പുഴയിൽ എയിംസ് വേണം എന്ന് സുരേഷ് ഗോപി പറയുന്നു. അത് കേരളത്തിന് മാത്രമല്ല, തമിഴ്നാട്ടിലെ തെക്കൻ പ്രദേശത്ത് കഴിയുന്നവർക്കും ഒരു അനുഗ്രഹമാണ്. ഇനി ആലപ്പുഴയിൽ നിങ്ങൾക്ക് സ്ഥലം തരാൻ ഉദ്ദേശമില്ലെങ്കിൽ ഞാനത് തൃശ്ശൂരേക്ക് കൊണ്ടുപോകും, എൻ്റെ സ്വന്തം മണ്ഡലത്തിൽ ഞാനത് കൊണ്ടുപോകും എന്ന് അദ്ദേഹം ഇപ്പോൾ അവസാന താക്കീത് നൽകിയിരിക്കുകയാണ്. എന്താണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിന്റെ കാരണം? ഈ എയിംസിനെ പറ്റി കേന്ദ്രം കേരളത്തോട് പറയാൻ തുടങ്ങിയത് എന്നാണെന്നറിയാമോ? 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന ആ സമയത്ത് കേരളത്തിലെ UDF മന്ത്രിസഭ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, നിങ്ങൾ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുക്ക എന്നേ പറഞ്ഞുള്ളൂ. തിരുവനന്തപുരത്ത് തരാമെന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ ഇത്. അന്ന് ഇവിടെ ആരാണ് തിരുവനന്തപുരത്തിന്റെ MP? അന്നും ഇന്നും ശശി തരൂരാണ്. തരൂർ ഇതിനകത്ത് യാതൊന്നും മിണ്ടുന്നില്ല. തരൂര് 2009 മത്സരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കുമെന്നും പറഞ്ഞല്ലേ തുടങ്ങിയത്? ഇരട്ട നഗരം. ബാഴ്സലോണ തന്നെ പോയി നാണം കെട്ടുന്നു. അതെല്ലാം തകർന്നടിഞ്ഞു പോയി. എന്നിട്ട് ഈ എയിംസിന്റെ കാര്യത്തിനകത്ത് ഇവിടെ നെട്ടുകാൽ തേരി പറയുകയുണ്ടായി. നെട്ടുകാൽ തുറന്ന ജയില് ഇവിടെ കാട്ടാക്കടയ്ക്ക് സമീപമാണ്. തിരുവനന്തപുരം പട്ടണത്തിൽ നിന്നൊരു 20-25 കിലോമീറ്റർ അകലെ. ആയിക്കൊള്ളട്ടെ, അങ്ങോട്ടങ്ങ് വികസിക്കുമല്ലോ. അവിടെ ആകുമ്പോൾ സ്ഥലവും ഉണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പല സ്ഥലങ്ങളും പലരും പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് ഒന്ന് ഊർജിതമാക്കിയില്ല. അതിനകത്ത് ഞാൻ അത് പറഞ്ഞിട്ടില്ല. ആലപ്പുഴയിലേക്കും തൃശ്ശൂരിലേക്കും വരാം. കാരണം തിരുവനന്തപുരത്ത് ഒരു MP-ക്കും ഒരു MLA-മാർക്കും തിരുവനന്തപുരം ഗുണം പിടിക്കുന്നത് കാണാൻ ഇഷ്ടമല്ല. എന്ത് കാര്യം ഉണ്ടായിട്ടുണ്ട്? അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് ശ്രീജിത്ര ഒക്കെ വരുന്നത്. അത് ക്രെഡിറ്റ് അദ്ദേഹത്തിനാണ്, മുഴുവൻ ക്രെഡിറ്റ് അദ്ദേഹത്തിനും കെ കരുണാകരനും. രണ്ടുപേരും ഒരു മനസ്സോടെ പ്രയത്നിച്ചത് കൊണ്ടാണ് അന്ന് ഇന്ദിരാഗാന്ധിയിൽ വലിയ സമ്മർദ്ദം ചെലുത്തി ശ്രീജിത്ര ഇവിടെ കൊണ്ടുവരും. കെ കരുണാകരന്റെ കാര്യം പറയുമ്പോൾ അതുപോലെ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളം, അത് ആരുടെ മിടുക്കൊണ്ടാണ്? അതും കെ കരുണാകരന്റെ. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം അതിസമർത്ഥല്ല. വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്, ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അത് നമ്മൾ EK നയനാരിലും തീർച്ചയായിട്ടും. കാരണം ഈ UDF തുടങ്ങി വെച്ചതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് ആശയം. പക്ഷെ അത് പ്രാവർത്തികമാക്കുന്നതിൽ അന്നത്തെ ആ ഇടത് സർക്കാർ, തുടർന്ന് വന്ന നയനാർ സർക്കാർ വലിയ ഉത്സാഹം കാണിച്ചു. എന്ന് മാത്രമല്ല, ചെയ്യാവുന്ന പരമാവധി വിട്ടുവീഴ്ച ഈ മൂരാച്ചി കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ നിന്നുകൊണ്ട് EK നയനാർ അത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ തിരുവനന്തപുരത്തെ MP-മാരെല്ലാം എന്ന് പറയുന്നത് വരുത്തന്മാരാണ്. അവർക്ക് ഇവിടെ നന്നാകണമെന്ന് വലിയ കാര്യമുണ്ട്. ആരുണ്ട്? വരുത്തന്മാരല്ലാതെ ഇവിടെ നിന്ന് ജയിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ശിവകുമാറുണ്ട്, ചാൾസ് കുറെ വട്ടമായി, സുരേന്ദ്രനാഥ്, പിന്നെ നീലലോഹിതദാസൻ നാടാരുണ്ട്. ഇങ്ങനെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വരുത്തൻ. പന്നിയന്, PKV, കരുണാകരന്, MM ഗോവിന്ദൻ നായര്, ഇങ്ങനെ പോകും. ഇതൊക്കെയാണെങ്കിൽ ലീഡർ ഇവിടുന്ന് ജയിച്ചപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒക്കെ നടക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് സമയം കിട്ടിയില്ല. സമയം കിട്ടാതെ പോയി. അപ്പൊ ഇതാണ് തിരുവനന്തപുരത്തിന്റെ. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ വിഴിഞ്ഞം തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും 25 വർഷം എടുത്തു? എന്തുകൊണ്ട് താമസിച്ചത്? തിരുവനന്തപുരം ആയതുകൊണ്ട് മാത്രമാണ്. തിരുവനന്തപുരത്തെ എയർപോർട്ട് ഇപ്പോഴല്ലേ ഒന്ന് നേരെ മനുഷ്യന് കാണാൻ കൊള്ളാം. രാജാവിന്റെ കാലത്ത് ഉണ്ടാക്കിയത് എന്തായിരുന്നോ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഒരു മാറ്റം അതിൽ വന്നിരിക്കുന്നത് ഇപ്പോഴാണ്. അദാനി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴാണ്. അദാനി സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്, നഗരമാണ് പോലും. ഇതാണ് സ്ഥിതി. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് ലാഭത്തിലാണെന്നുള്ള കണക്കുകൾ പുറത്തു വന്നിരുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നീട് എയിംസ് വീണ്ടും ചർച്ചാ വിഷയമായി വന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ സജീവ ചർച്ചാ വിഷയമായിരുന്നു. അന്ന് ആലപ്പുഴയിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, എയിംസ് ഇവിടെ കൊണ്ടുവരും ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ശോഭാ സുരേന്ദ്രൻ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളെ കുറിച്ചും അവിടെ ശോഭാ സുരേന്ദ്രൻ വാദോരാത മണ്ഡലം ഉടനീളം പറഞ്ഞു. നിങ്ങളുടെ പെൺമക്കൾക്ക് രക്ഷപ്പെടാനുള്ള നിരവധി പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാരിൽ ഉള്ളത്. പഠനം, വിവാഹം, വീട് വയ്ക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ എന്ന് പറഞ്ഞു. സാർ, ആ ചേർത്തലയ്ക്കും അരൂരിനും ഇടയ്ക്ക് അവരൊരു പദ്ധതി പ്രഖ്യാപിച്ചു. അവർ ജയിച്ചാൽ മന്നത്ത് പത്മനാഭന്റെ പേരിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാനുള്ള ഒരു വലിയ അക്കാഡമി സ്ഥാപിക്കും എന്നായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ അത് സ്ഥാപിക്കും എന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ KC വേണുഗോപാലാണ് ജയിച്ചിരിക്കുന്നത്. ആ ആശയം വിട്ടുകളയാതെ അദ്ദേഹത്തിനും അത് പിന്തുടരാം. ഇപ്പോൾ NK പ്രേമേന്ദ്രൻ അങ്ങനെയാണ്. അദ്ദേഹം മോദി സർക്കാരിന് പ്രതിപക്ഷത്താണ് ഇരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ വികസന കാര്യത്തിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയവും കലർത്താറില്ല. ചോദിച്ചു പുറകെ നടന്ന് ചോദിച്ചു വാങ്ങും. അങ്ങനെ ഒരു ആളാണ് NK പ്രേമേന്ദ്രൻ. ഇവിടെ സുരേഷ് ഗോപി അതുപോലെയാണ്. അദ്ദേഹം മണ്ഡലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അദ്ദേഹം നേരത്തെ MP ആയിരുന്ന സമയത്ത് അദ്ദേഹം തൃശ്ശൂരിന് വേണ്ടിയിട്ടല്ല ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത്, MP ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത് തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടാണ്. അല്ല, ഈ NK പ്രേമചന്ദ്രൻ ചോദിച്ചു വാങ്ങിക്കുന്നതിന്റെ തെളിവാണ് കൊല്ലം പട്ടണത്തിൽ ഇപ്പൊ കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷൻ അടിമുടി മാറിയിട്ടുണ്ട്. കൊല്ലം ബൈപ്പാസ് തുടങ്ങി ഇനിയും നിരവധി കാര്യങ്ങൾ കൊല്ലത്ത് വരാനുണ്ട്. കൊല്ലം പോർട്ട്, കൊല്ലത്ത് ഒരു ചെറിയ പോർട്ട് ഇപ്പൊ പ്രവർത്തിക്കുകയാണ്. അത് തീർച്ചയായിട്ടും പ്രേമേന്ദ്രന്റെ മിടുക്ക്. അത് പ്രേമേന്ദ്രൻ അതുകൊണ്ട് അവിടുത്തെ MP ആയിട്ട് ഇനിയും തുടരുന്നതാണ്. ഈ UDF ജനങ്ങൾ വെറുതെ അല്ല വോട്ട് ചെയ്യും. പ്രേമേന്ദ്രനെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അത് വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം RSPയിൽ ഒരാളുണ്ട്, ഷിബു ബേബി ജോൺ. ഷിബു തന്നെ മത്സരിച്ച് ജയിച്ച് മന്ത്രിയാകട്ടെ, UDF അധികാരത്തിൽ വരുമെങ്കിൽ. ഇനിയിപ്പോ നമ്മളെ എയിംസ് ഇപ്പൊ ആലപ്പുഴ പറയുന്ന ആ സാഹചര്യത്തില് ഈ CPM-കാര് വേറൊരു തന്ത്രം കൂടെ എടുത്തു. ഇവരിതിനെ അങ്ങ് കോഴിക്കോട് ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. കിനാലൂർ ഭാഗത്തേക്ക്, കോഴിക്കോട് നിന്ന് ബാലുശ്ശേരി, അവിടെ ആ ഭാഗത്താണ്. അവിടെയാണ് PT ഉഷയുടെ പയ്യോളി അല്ല സ്കൂള്, അത് ജന്മസ്ഥലം. ഒരു സ്കൂളുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് കിനാലൂരിൽ എസ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ അവിടെ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ CPM, അതിനകത്ത് എളമരൻ കരിയും ഒക്കെ കുറേയധികം കളിച്ചു എന്നുള്ളതാണ്. കാരണം ഇത് വടക്കോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് CPM-ന്റെ ഒരു അജണ്ടയാണ്. അത് സുരേഷ് ഗോപി മനസ്സിലാക്കി. അതുകൊണ്ടാണ് സുരേഷ് ഗോപി പറഞ്ഞ ആലപ്പുഴയില് തയ്യാറല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകും. തൃശ്ശൂരും സ്ഥലമുണ്ട്, ധാരാളം സ്ഥലമുണ്ടല്ലോ, അദ്ദേഹത്തിന് കണ്ടെത്താം അവിടെ. തൃശ്ശൂരില് അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ സീറ്റുകളും നിയമസഭയിൽ എത്തിച്ചു കൊടുക്കാനും സുരേഷ് ഗോപിക്ക് കഴിയുമെന്നുള്ളതാണ്. ആലപ്പുഴയിലും അതിനുള്ള നീക്കം ഉണ്ട്. അപ്പൊ ആലപ്പുഴ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത്, ആലപ്പുഴയിൽ എയിംസ് വന്നാൽ തിരിഞ്ഞു നോക്കണ്ട സാർ, അടുത്ത MP ശോഭാ സുരേന്ദ്രൻ തന്നെ. ഈ വയനാടിനേക്കാൾ പോലും ആലപ്പുഴ വളരെ പുറകിലാണ്. ആലപ്പുഴ മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ പടരുന്ന ഒരു ജില്ല ആലപ്പുഴയാണ്. കാരണം എന്താ? വെള്ളത്താലാണ് ചുറ്റപ്പെട്ട് അവരുടെ ഒന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ശരിക്കും ഈ ആലപ്പുഴയുടെ ഒരു ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ എടുത്തു നോക്കിയാൽ എയിംസ് വരേണ്ടത് ആലപ്പുഴയാണ്. അതുകൊണ്ടുള്ള ഗുണം ഞാൻ പറഞ്ഞത്, ഈ തമിഴ്നാടിന്റെ തെക്കൻ പ്രദേശത്തുള്ളവർക്കും അവിടെ ചികിത്സയ്ക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്. അതൊരു വലിയ നേട്ടമാണ്. അത് നമ്മൾ കുറച്ചു കാണാൻ പാടില്ല. സുരേഷ് ഗോപി ഇത് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ വികസനം, കേരളത്തിന്റെ മാത്രം വികസനം നമ്മൾ ലക്ഷ്യമിടരുത്, മറിച്ച് സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ വികസനം, നമ്മുടെ ദക്ഷിണ ഭാരതം പൂർണ്ണമായിട്ടും വികസിക്കുന്ന തരത്തിൽ വേണം കേന്ദ്ര പദ്ധതികളെ നമ്മൾ ആവിഷ്കരിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ ശരിയുമാണ്. അപ്പൊ ആലപ്പുഴയ്ക്ക് ഒന്നുകിൽ ആലപ്പുഴ അല്ലെങ്കിൽ തൃശ്ശൂര് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം സുരേഷ് ഗോപിയാ പറയുന്നത് കൊണ്ട് ഇനി ഇല്ലെങ്കിൽ എയിംസ് കേരളത്തിൽ അങ്ങനെ ഒരു അവസ്ഥ CPM ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നഷ്ടപ്പെടുത്തിയാൽ അത് CPM-ന് വലിയ ഇവർക്കറിയാം. ആലപ്പുഴയോ തൃശ്ശൂരോ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രോഫിറ്റ് മുഴുവൻ BJPക്ക് കിട്ടും. ഇത് വെറും നഗ്നമായ രാഷ്ട്രീയമാണ്, പച്ചയായ രാഷ്ട്രീയമാണ്. അതായത് നമുക്ക് കിട്ടാത്തത് നിങ്ങൾക്കും കിട്ടരുത്. അതെ, ഒന്നുകിൽ നഷ്ടപ്പെടണമെങ്കിൽ രണ്ടുപേർക്കും നഷ്ടപ്പെടണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടണം. ഇതാണ് അവരുടെ തിയറി. അത് സുരേഷ് ഗോപിയുടെ അടുത്ത് ആ പരിപ്പ് വേവില്ല.